ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം വ്യാകരണം മുൻവർഷ ചോദ്യപേപ്പറിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LD ക്ലർക്ക് എക്സാം ഖാദി ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു മലയാളം വ്യാകരണം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത് പാലക്കാട് നടന്ന LD ക്ലർക്ക് എക്സാമാണ്. 2016 ഓഗസ്റ്റ് 23 നടന്ന എക്സാം ആയിരുന്നു ഇത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് പറയട്ടെ, ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മറ്റു നോട്ട്സൊക്കെ bibimohan.com എന്ന ഈ ബ്ലോഗിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗാണ്. കൂടാതെ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ടെക്നിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചാനലും ബ്ലോഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് EEMADC എന്നാണ് യൂട്യൂബ് ചാനൽ. അതുപോലെ നോട്ട്ബുക്ക് ഓഫ് എ പ്രൊഫസർ, നോട്ട്ബുക്കിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇപ്പോൾ .blogspot.in നോട്ട്സും ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേരെന്ത്? ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേര്. സമാസം, സന്ധി, അനുപ്രയോഗം, വിനയോച്ചം. ഏതാണ് വരുന്നത്? സമാസം, സന്ധി, അനുപ്രയോഗം, വിനയോച്ചം. ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേരെന്താണ്? ഏതാണ്? അനുപ്രയോഗം. അനുപ്രയോഗമാണ് കറക്റ്റ് ആൻസർ. അനുപ്രയോഗം. അടുത്ത ചോദ്യം, ഗുരുക്കൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ഗുരുക്കൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പലതരത്തിലുള്ള ബഹുവചന രൂപങ്ങളുണ്ട്. ഗുരുക്കൾ എന്ന് പറയുന്നത് ഏതാണ്? സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, അലിംഗ ബഹുവചനം, സാമാന്യ ബഹുവചനം. ഇത് ഏതാണ് വരുന്നത്? പൂജക ബഹുവചനം. അതായത് ശരിക്കും ബഹുവചനം എപ്പോഴാണ് പറയുന്നത്? ഒന്നിൽ കൂടുതൽ ആളുകളുള്ളപ്പോൾ, ഒന്നിൽ കൂടുതൽ വസ്തുക്കളുള്ളപ്പോഴൊക്കെയാണ് ബഹുവചനം പറയേണ്ടി വരിക. പക്ഷേ ബഹുമാനത്താൽ ബഹുവചനമായി പറയുന്നു. ഇപ്പോൾ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, പക്ഷേ എന്താണ്, നമ്മൾ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ ഗുരുക്കൾ എന്ന് സംബോധന ചെയ്യും. അതെന്താണ്? പൂജക ബഹുവചനമാണ്. ബഹുമാനം കൊണ്ടാണ് അങ്ങനെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഹുവചനങ്ങൾ, ഏകവചനങ്ങൾ. അപ്പോൾ അങ്ങനെ മലയാളം ഗ്രാമർ ലെസൺസ് നിങ്ങൾ മൈ നോട്ട്ബുക്കിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടു കാണും. ഇല്ലെങ്കിൽ എല്ലാ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ മലയാളം ഗ്രാമർ ലെസണിൽ ഈ പറഞ്ഞ എല്ലാ ലെസൺസും ഉണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? പൂജക ബഹുവചനമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? അപ്പോൾ ക്രിയയിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്, കേവല ക്രിയയും പ്രയോജക ക്രിയയും. ഒന്ന് എന്താണ്? കേവല ക്രിയ. അടുത്തത് എന്താണ്? പ്രയോജക ക്രിയ. ഓക്കെ, അപ്പം കേവല ക്രിയ എന്ന് വെച്ചാൽ തനിയെ ചെയ്യുന്ന കാര്യങ്ങൾ. തനിയെ ചെയ്യുന്നതാണ് എന്ത്? കേവല ക്രിയ. സ്വയം ചെയ്യുന്നത്. പക്ഷെ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നത്, അതാണെന്ത്? പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ആരെങ്കിലും ചെയ്യിപ്പിക്കുന്ന ക്രിയയാണ് എന്ത്? പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉദാഹരണം നോക്കുക. കുളിക്കുന്നു, ഉറങ്ങുന്നു, വായിക്കുന്നു, കുളിപ്പിക്കുന്നു. ഇതിലേതാണ് പ്രയോജക ക്രിയ? കുളിക്കുന്നു എന്നുള്ളത് സ്വയം ചെയ്യുന്നതാണ്. ഉറങ്ങുന്നു, വായിക്കുന്നു, അതെല്ലാം സ്വയം ചെയ്യുന്നതാണ്. പക്ഷെ കുളിപ്പിക്കുന്നു എന്നുള്ളത് ഒരാൾ ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലേ? മറ്റൊരാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? പ്രയോജക ക്രിയ ഏതാണ്? കുളിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ത്രിമധുരം എന്ന പദത്തിലെ സമാസം ഏത്? ത്രിമധുരം എന്ന പദത്തിലെ സമാസം ഏതാണ്? ബഹുവ്രീഹി, കർമ്മധാരായൻ, ദ്വിഗു സമാസം, തൽപുരുഷ സമാസം. ഇതിലേതാണ് ത്രിമധുരം എന്ന പദത്തിലുള്ള സമാസം? ത്രിമധുരം എന്ന പദത്തിലെ സമാസം. അപ്പോൾ നോക്കുക, ഏതാണ്? ബഹുവ്രീഹി. ബഹുവ്രീഹി എന്ന് വെച്ചാൽ എന്താണ്? കർമ്മധാരായൻ, ദ്വിഗു സമാസം, തൽപുരുഷ സമാസം എല്ലാം മലയാളം ഗ്രാമർ ലെസണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കാണാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. ത്രിമധുരം, അതിൽ 3 മധുരം ചേർന്നിട്ടെന്നാണ് ത്രിമധുരം. അതങ്ങനെ നമ്പർ വന്നു കഴിഞ്ഞാൽ, സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? ദ്വിഗു സമാസമാണ്. ദ്വിഗു സമാസമാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു നാമത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദത്തിന് പറയുന്ന പേരെന്ത്? ഒരു നാമത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദത്തിന് പറയുന്ന പേരെന്ത്? തദ്ധിതം, കൃത്ത്,
പ്രകാരം, ഭേദകം. ഇതിലേതാണ് ഒരു നാമത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദം എന്ന് പറയുന്നത്? ഏതാണ്? തദ്ധിതം. ഓക്കെ, തദ്ധിതമാണ് ഒരു നാമത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാചകത്തിലെ പ്രകാരം ഏതാണ്? മുതിർന്നവരെ ബഹുമാനിക്കണം. ഇപ്പൊ പ്രകാരം അതിൻ്റെ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്, കാണുക. മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാചകത്തിലെ പ്രകാരം ഏതാണ്? നിർദ്ദേശക പ്രകാരം, വിധായക പ്രകാരം, നിയോജക പ്രകാരം, അനുജ്ഞായക പ്രകാരം. ഏതാണ് വരുന്നത്? അണം. അണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്? വിധായക പ്രകാരമാണ്. അപ്പോൾ ഈ ബാക്കിയെല്ലാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ ക്ലാസ് കാണുക. മുതിർന്നവരെ ബഹുമാനിക്കണം, അണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏത് പ്രകാരമാണ്? വിധായക പ്രകാരം. താഴെ പറയുന്നവയിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏതാണ്? സീത, ആകാശം, അവൻ, മനുഷ്യൻ. ഇതിലേതാണ് സംജ്ഞാനാമത്തിന് ഉദാഹരണം? സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ ഇതിൽ കാണാൻ സാധിക്കും സംജ്ഞാനാമം എന്ന് പറയുന്നത് ഒരാളുടെ പേര്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ആകാശം എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന പേരാണ്, സാമാന്യ നാമത്തിൽ വരുന്നതാണ്. ഇനി അവൻ എന്ന് പറയുന്നത് അത് എന്താണ് വരുന്നത്? സർവനാമമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമാന്യ നാമമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സംജ്ഞാനാമം എന്ന് പറയുന്നത് ഏതാണ്? സീത. സീതയാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. ഓക്കെ, സീത. അപ്പോൾ നാമത്തിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്, അതും കാണുക. അടുത്ത ചോദ്യം, വാഴ പ്ലസ് പഴം, വാഴപ്പഴം. വാഴ അധികം പഴം കൊടുക്കുമ്പോൾ വാഴപ്പഴം എന്ന് വന്നു, ഇരട്ടിച്ചു. അപ്പോൾ ഇവിടുത്തെ സന്ധി ഏതാണ്? സന്ധി ദ്വിത്വസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ആഗമസന്ധി. ഇതിലേതാണ്? അപ്പോൾ ഈ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒന്ന് ഇരട്ടിക്കുകയാണെങ്കിൽ അതിനെന്തെന്നാണ് പറയുന്നത്? ദ്വിത്വസന്ധി എന്നാണ് പറയുന്നത്. ദ്വിത്വസന്ധി. ഇവിടെ പ എന്നുള്ളത് എന്ത് ചെയ്തു? പാന്നായി അല്ലേ, ഇരട്ടിച്ചു. അടുത്ത ചോദ്യം, അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. അടിവരയിട്ട പദത്തിലെ വിഭക്തി ഏതാണ്? അദ്ദേഹത്തോട്, ഓട് എന്ന് പറയുന്നതാണ്. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക. അപ്പോൾ ഈ വിഭക്തിയെ പറ്റി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിപ്രസം, ഉപ്രസം, ആ എന്നാണ് ഈ വിഭക്തികൾ 7 എണ്ണവും പഠിക്കാനുള്ള എളുപ്പവഴി. അതിൻ്റെ ഓരോന്നിൻ്റെയും എന്താണ് അതിൻ്റെ ഓരോ വിഭക്തിക്കും ചെയ്യുന്ന പ്രത്യയങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഓട് എന്താണ്? സംയോജിക, അതിനോട് സംയോജിക്കുന്നു. അതിനോട്, അമ്മയോട്, മകനോട്, അദ്ദേഹത്തോട്. ഓട് എന്ന് വന്നു കഴിഞ്ഞാൽ ഏതാണ്? സംയോജിക. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നൂപുരം എന്ന വാക്കിൻ്റെ അർത്ഥമേത്? നൂപുരം, വീണ, ചിലങ്ക, കുടം, പാദം. ഇതിലെ നൂപുരം എന്നതിൻ്റെ അർത്ഥം എന്താണ്? നൂപുരം, നൂപുരധ്വനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? നൂപുരം എന്ന് വെച്ചാൽ ചിലങ്ക എന്നാണ് അർത്ഥം. ചിലങ്ക. അടുത്ത ചോദ്യം, നിരൂപകൻ, വാഗ്മി, വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിൽ പ്രശസ്തനായ സാഹിത്യകാരനേത്? അപ്പോൾ ഈ മലയാളം ഗ്രാമർ സെഷനിൽ ചില കാര്യങ്ങൾ സാഹിത്യകാരന്മാരെ പറ്റിയും ചോദിക്കും. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന നിരൂപകനാണ്, വാഗ്മിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അങ്ങനെയുള്ള നിലകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ളത് ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പ്, KMK സാനു, ജോസഫ് മുണ്ടശ്ശേരി, OV വിജയൻ. അപ്പോൾ ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ശ്രീ ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത്? ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി രണ്ടാമൂഴം, ഓടയിൽ നിന്ന്, അഗ്നിസാക്ഷി, കയർ. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? രണ്ടാമൂഴം, ഓടയിൽ നിന്ന്, അഗ്നിസാക്ഷി, കയർ. ഇതിലേതാണ്? അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. അഗ്നിസാക്ഷി എന്ന കൃതി ആരെഴുതിയതാണ്? ശ്രീമതി ലളിതാംബിക അന്തർജനം എഴുതിയതാണ്. ഇനി ഇതിൽ ആദ്യം കൊടുത്തത് രണ്ടാമൂഴം എഴുതിയത്
MT വാസുദേവൻ നായർ. ഓടയിൽ നിന്ന് എഴുതിയത് ആരാണ്? P കേശവദേവാണ്. കയർ എഴുതിയത് ആരാണ്? തകഴിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആചന്ദ്രതാരം. ആചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ആചന്ദ്രതാരം വിളങ്ങട്ടെ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ആചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക, പ്രാധാന്യമുള്ള, ചന്ദ്രനും നക്ഷത്രവും എല്ലാ കാലവും. ആചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലം വരെ, അതായത് എല്ലാ കാലവും എന്ന അർത്ഥമാണ് വരുന്നത്. ആചന്ദ്രതാരം വിളങ്ങട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും വിളങ്ങട്ടെ എന്നാണ്. എല്ലാ കാലവും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം. 2013 വള്ളത്തോൾ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര്? 2013 വള്ളത്തോൾ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ, ബെന്യാമിൻ, പെരുമ്പടവം ശ്രീധരൻ, MK സാനു. ആരാണ് 2013 വള്ളത്തോൾ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? 2013 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലായതുകൊണ്ട് 2013. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ആർക്കാണ് വള്ളത്തോൾ പുരസ്കാരം നേടിയതെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ 2013 ആർക്കാണ് ലഭിച്ചത്? പെരുമ്പടവം ശ്രീധരനാണ്. പെരുമ്പടവം ശ്രീധരനായിരുന്നു 2013 വള്ളത്തോൾ പുരസ്കാരം നേടിയത്. ഇനി ഈ വർഷം, ഈ തൊട്ട് കഴിഞ്ഞ വർഷം ആർക്കാണ് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത്? അത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. 14 എന്ന ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം. നജീബ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? നജീബ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഏണിപ്പടികൾ, ആടുജീവിതം, എൻ്റെ കഥ, വേരുകൾ. ഏത് കൃതിയിലേതാണ് നജീബ് എന്ന കഥാപാത്രം? ഓക്കെ, അത് ആടുജീവിതം. ആടുജീവിതത്തിലേതാണ് നജീബ് എന്ന കഥാപാത്രം. അതാരാണ് ആടുജീവിതം എഴുതിയത്? ബെന്യാമിൻ. ബെന്യാമിൻ എഴുതിയതാണ് ആടുജീവിതം. ഓക്കെ, ഇതിൽ ഏണിപ്പടികൾ ആരാണ് എഴുതിയത്? തകഴി ശിവശങ്കരപിള്ള. എൻ്റെ കഥ മാധവിക്കുട്ടി. വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണനാണ് എഴുതിയത്. ഓക്കെ, അടുത്ത ചോദ്യം. തുളസീവനം. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാരാണ്? തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കോവിലൻ, കാക്കനാടൻ, R രാമചന്ദ്രൻ നായർ, T പത്മനാഭൻ. ഇതിൽ ആരാണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? അത് R രാമചന്ദ്ര നായരാണ്. R രാമചന്ദ്ര നായരാണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൽ ബാക്കി കൊടുത്തിരിക്കുന്ന കാക്കനാടൻ, കോവിലൻ, അത് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ്? മറ്റു ആളുകളുടെ തൂലികാനാമങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തിട്ട്, ഓരോ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം. ആസ് യു സോ, സോ യു റീപ്പ്. ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? ആസ് യു സോ, സോ യു റീപ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, ആരോഗ്യമാണ് ധനം, ജ്ഞാനമാണ് വലുത്, വിതച്ചതേ കൊയ്യൂ. ഇതിലേതാണ് വരുന്നത്? ആസ് യു സോ, സോ യു റീപ്പ് എന്ന ശൈലിയുടെ അർത്ഥം വിതച്ചതേ കൊയ്യൂ എന്നാണ്. എന്താണ്? വിതച്ചതേ കൊയ്യൂ. ആസ് യു സോ, സോ യു റീപ്പ്. അടുത്ത ചോദ്യം. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് ശൈലി ഏതാണ്? പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഫെയിലിയർ ഈസ് ദ വേ ഓഫ് സക്സസ്. ഫെയിലിയർ ഈസ് ദ stepping stone to success. Failure is the essential for success. Failure is the end of success. ഏതാണ് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടി എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. ഫെയിലിയർ ഈസ് ദ stepping stone to success ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഇംഗ്ലീഷ് ശൈലികൾ മലയാള ഭാഷയിലേക്ക് ആക്കാനായിട്ട് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. അടുത്ത ചോദ്യം. നോൺ കോൺഫിഡൻസ് മോഷന് സമാനമായ മലയാള പദം. നോൺ കോൺഫിഡൻസ് മോഷന് സമാനമായ മലയാള പദം ഏതാണ്? അടിയന്തര പ്രമേയം, അവിശ്വാസ പ്രമേയം, അവകാശ ലംഘന ശ്രമം, വിശ്വാസരഹിത നീക്കം. ഏതാണ് വരുന്നത്? അവിശ്വാസ പ്രമേയത്തിനാണ് നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. അവിശ്വാസ പ്രമേയം. അവസാനത്തെ ചോദ്യം ഇതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം എന്നാണ്? ജൂൺ 5, ജനുവരി 4,
ജൂലൈ 4, ഡിസംബർ 6. ഏത് ദിവസമാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം എന്ന് പറയുന്നത്? അത് ജൂലൈ 4 ജൂലൈ 4 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണ ദിനം. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് www.bibimohanan.com മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗാണ്. അവിടെ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF-ഉം താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കുന്നതാണ്. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് EEMADC എന്ന ചാനൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ നോട്ട്സ് notebookofeprofessor.blogspot.in ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 7510893107 എന്ന നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് ചെയ്യുക. ടെലിഗ്രാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. താങ്ക് യു സോ മച്ച്.